ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ക്ലബിൽ ഇരിക്കുന്ന ഉണ്ണിത്താൻ വക്കീലിനെയും സക്കീർ ഹുസൈനെയുമാണ്. ഉണ്ണിത്താൻ സക്കീർ ഹുസൈനോട് പറയുന്നുണ്ട്, നമുക്കിപ്പോൾ വേണ്ടത് കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി കോടതിയുടെ ഉത്തരവുണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. മാധവ വാര്യർ കൊടുത്ത കേസ് തന്നെയാവണം തുടർന്ന് വരാൻ പോകുന്ന കേസിന്റെ ബേസ്മെന്റ്. കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ മേരിയമ്മയെ കക്ഷി ചേർത്ത് വേണം മുൻപോട്ട് പോകാൻ. അപ്പോൾ സക്കീർ ഹുസൈൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ശരിയായ നീക്കവും. ഈ സമയത്ത് പെട്ടെന്ന് സേനനും തമ്പിയും കൂടി അവിടേക്ക് വരികയാണ്. തമ്പി നന്നായിട്ട് മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും നടുവിലേക്ക് വന്ന് ഇരുവരും ഇരിക്കുന്നു. അതിനുശേഷം തമ്പി പറയുകയാണ്, എനിക്കെതിരെയുള്ള ഗൂഢാലോചനയായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് കേട്ടുകൊണ്ട് സക്കീർ ഹുസൈനും ഉണ്ണിത്താനും മൗനമായിട്ടിരിക്കുകയാണ് തമ്പിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്. അപ്പോൾ തമ്പി വീണ്ടും പറയുകയാണ്, എടാ ഉണ്ണിത്താനെ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത പരമനാറി, ഇവിടെ ഇരുന്നല്ലേടൂ, ഇതേ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ അല്ലേടൂ ഈ ഇരിക്കുന്നവനെതിരെ താനൊരു വെല്ലുവിളി നടത്തിയത്? തമ്പിയെ തൊട്ടാൽ ഉണ്ണിത്താന് പൊള്ളുവന്ന്. എന്നിട്ട് എവിടെയാടോ തനിക്ക് പൊള്ളിയത്? ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. തനിക്ക് പൊള്ളില്ല. എന്താടോ പൊള്ളാത്തത്? തനിക്കും തൻ്റെ മോക്കും ഒരു കേസ് കിട്ടിയത് കൊണ്ടാണോ? പറയണോ? അത് താൻ പറയണം. ഇവിടെ വെച്ച് എല്ലാവരും കേൾക്കേ താനത് പറയണം. അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, തമ്പി വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേച്ച് അത് തിരികെ തരാതെയല്ലേടാ നീ എനിക്കെതിരെ ഈ ചെറ്റത്തരം കാണിച്ചത് അല്ലേ? എടാ, ആണെന്ന് പറഞ്ഞ് നടക്കാൻ എന്ത് യോഗ്യതയാണോ നിനക്കുള്ളത്? അന്തസ് വേണോടാ, അന്തസ്. അപ്പോൾ വീണ്ടും ഉണ്ണിത്താൻ പറയുക, തമ്പി പോകാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. പോകാനെന്ന് പറയാൻ നിന്റെ കുടുംബ സ്വത്താണോടാ ഈ ക്ലബ്ബ്. മിണ്ടാതിരുന്ന് ഞാൻ പറയുന്നത് താനങ്ങ് കേട്ടാ മതി. കേട്ടോടാ, പണ്ടേ നിനക്ക് അഭിമാനം എന്ന് പറയുന്നൊരു സാധനമില്ല. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോന് നിശ്ചയിച്ചുറപ്പിച്ചു വെച്ച പെണ്ണിനെ താനും തൻ്റെ വക്കീല് മോളും കൂടെ തട്ടിയെടുക്കുമായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? എപ്പോഴാ ആ മോളുടെ ഡിവോഴ്സ് നിശ്ചയിച്ചിരിക്കുന്നത്? എടോ, തൻ്റെ മരുമകന്റെ കഴുത്തിൽ ഒരു ചങ്ങല കെട്ടി ഞാൻ പടനിലത്തെ ഉമ്മറത്തെ തൂണിൽ കെട്ടിയിട്ടിരിക്കുക. കാണണമെന്നുള്ളവർക്ക് എല്ലാവർക്കും അവിടെ പോയി കാണാം. അപ്പോൾ വീണ്ടും ഉണ്ണിത്താൻ പറയുകയാണ്, തമ്പി സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എടാ, കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി ഞണ്ണുന്ന നിനക്കും നിന്റെ മോക്കും ഇവിടെ ഒരു വിലയും ആരും കൽപ്പിച്ചിട്ടില്ലടാ. ഇപ്പോൾ അവനെ അബിയെ ചുമന്ന് നടക്കുന്നു. നാളെ ഇനി മറ്റൊരുത്തനെ ആയിരിക്കും. നാണം കെട്ട ചെറ്റ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും ഉണ്ണിത്താൻ ചാടി അങ്ങ് എഴുന്നേൽക്കുകയാണ്, കസേരയും ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട്. തുടർന്ന് ഉണ്ണിത്താൻ വക്കീൽ പറയുകയാണ്, ദേ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഇവിടെങ്ങും നിൽക്കില്ല കേട്ടോ. അപ്പോഴേക്കും തമ്പിയും ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്നാ പിന്നെ നീ അങ്ങ് പറയടാ. അപ്പോൾ വീണ്ടും ഉണ്ണിത്താൻ, എടാ എൻ്റെ മോള് എൻ്റെ വായ അടച്ചിരിക്കുകയാണ്. എടാ, നിന്റെ പേരിൽ ജാനകി കൊടുത്തത് കള്ളക്കേസാണോടാ? ആ രാധാമണി വാരസ്യരെ നീ റേപ്പ് ചെയ്യാതെ ആണോടാ അവരൊരു പെൺകുഞ്ഞിൻ്റെ അമ്മയായത്? ഉണ്ണിത്താൻ വക്കീൽ ഇത്രയും പറയുകയും ഉടൻ തന്നെ കൈവീശി തമ്പി ഉണ്ണിത്താൻ്റെ ചെകിട്ട താഞ്ഞൊരടിയടിക്കുകയാണ്. പെട്ടെന്ന് CI സേനനും സക്കീർ ഹുസൈനും കൂടി കയറി തമ്പിയെ പിടിച്ചു നിർത്തുകയാണ്. ഈ സമയത്ത് ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഉണ്ണിത്താൻ പറയുകയാണ്, എടാ നീ അകത്ത് കിടക്കൂടാ, നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ അതായിരിക്കും. അപ്പോൾ തമ്പി, ആരാണ് അകത്ത് കിടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാവടാ. തുടർന്ന് ഉണ്ണിത്താൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ആ കൂട്ടത്തിൽ സക്കീർ ഹുസൈനും ഇറങ്ങിപ്പോവുകയാണ്. ഈ സമയത്ത് സേനന്റെ പിടിയിൽ നിന്നും കുതറി മാറിക്കൊണ്ട് തമ്പി പറയുകയാണ്, ചെറ്റകള്, തമ്പി ആരാന്ന് നിനക്കൊന്നും അറിഞ്ഞുകൂടറാ. തുടർന്ന് വാടാ സേന എന്ന് പറഞ്ഞ് അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തമ്പി പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണുന്നത് അളകാപുരിയാണ്. അളകാപുരിയിൽ അജയ് അങ്ങനെ ഫോണുമൊക്കെ നോക്കിയിരിക്കുമ്പോൾ നിരഞ്ജന അവിടേക്ക് വരുന്നുണ്ട്. അജയെ കണ്ടുകൊണ്ട് നിരഞ്ജന പറയുകയാണ്, അജയ്, ഈ കേസിനോടുള്ള ബന്ധത്തിൽ അജയ് പലയിടങ്ങളിലും പോയി മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തുന്നു എന്നുള്ള കാര്യം പലരും എന്നോട് പറയുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഈ കേസിന്റെ വാദിഭാഗത്തും പ്രതിഭാഗത്തുമുള്ള വക്കീലന്മാർ ഭാര്യാഭർത്താക്കന്മാരാണ്. അതാണ് അജയ് എടുത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജയ്, നിരഞ്ജന എൻ്റെ ഭാര്യയാണെന്ന് വെച്ച് എനിക്കെൻ്റെ ജോലി ചെയ്യണ്ടേ? അപ്പോൾ നിരഞ്ജന, അജയ് ആ കേസ് ഏറ്റെടുത്തത് തന്നെ വാദിഭാഗത്ത് ഞാനായത് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഇനി കോടതി വരാന്ത കേറില്ലെന്ന് പറഞ്ഞയാള് അപർണയുടെ വാക്കും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങി. അതൊക്കെ അജയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതേപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യവും എനിക്കില്ല. പക്ഷേ എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അജയുടെ ഒരു ശ്രമവും ഞാൻ അഡ്മിറ്റ് ചെയ്തില്ല. ഉടനെ അജയ് വളരെ ശാന്തമായി നിരഞ്ജനയുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നേ?
പെട്ടെന്ന് ദേഷ്യത്തോടെ നിരഞ്ജനെ ആ കയ്യിലേക്കൊന്ന് നോക്കിയിട്ട് തട്ടി മാറ്റിയിട്ട് പറയുകയാണ്, ദേ എന്നെ തൊട്ടുപോകരുത്. അപ്പോൾ അജയ്, ശരി, എന്താ ഇപ്പൊ തന്റെ പ്രശ്നം? പറഞ്ഞു പറഞ്ഞ് കാട് കയറാതെ അതങ്ങ് പറ. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, ഈ കേസ് നമ്മൾ ഏറ്റ കാര്യം അതൊരു അഡ്ജസ്റ്റ്മെന്റിലാണെന്ന് അജയ് ആരോടെങ്കിലും പറഞ്ഞോ? പറഞ്ഞോ? ഞാൻ കേസ് വാദിക്കുന്നത് എൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി അജയ് വഴിവെട്ടിത്തരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. നിരഞ്ജന എന്തൊക്കെയോ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. അജയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ധാരണ മാത്രമേ ഉള്ളൂ. സ്വയം കേമൻ ചമയാൻ വേണ്ടി മറ്റുള്ളവരുടെ കഴിവുകളെ അളക്കുന്നയാള്. അപ്പോൾ അജയ്, ദേ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ ആരാന്നാ നിന്റെ വിചാരം? നീ എൻ്റെ ഭാര്യ എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് മറ്റാരുമല്ല നീ. ഭാര്യയും ഭർത്താവും എന്നൊക്കെയുള്ളത് വേണ്ടെന്ന് വെച്ചാൽ എടുത്ത് കളയാവുന്നതേ ഉള്ള അജയ്. അതിൽ കടിച്ചു തൂങ്ങി എൻ്റെ വായൊന്നും അടയ്ക്കാൻ ശ്രമിക്കണ്ട. സോ ഈ കേസിൽ ഞാൻ വാദിഭാഗം വക്കീൽ എന്നുള്ളതിലുപരി അജയ്ക്ക് ആരുമല്ല. എനിക്ക് അജയ് വഴി വെട്ടിത്തരികയൊന്നും വേണ്ട. എനിക്ക് നടന്നു പോകാൻ വേണ്ടി എൻ്റെ അച്ഛൻ വെട്ടിത്തന്ന വഴിയുണ്ട്. അപ്പോൾ അജയ്, അല്ല, എന്നു മുതലാണ് നീ നിന്റെ അച്ഛനെ ആരാധിക്കാൻ തുടങ്ങിയത്? എനിക്ക് കൈത്താങ്ങൽ നൽകുന്നത് എൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ. നിരഞ്ജനയ്ക്ക് പോയിന്റ് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നു. അതെ, ആദ്യം ജീവിതത്തിനൊരു അർത്ഥവും നിലപാടുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജന അവിടുന്ന് നടന്നകലുകയാണ്. അത് കണ്ടുകൊണ്ട് അജയ് അവിടെ നിന്നുകൊണ്ട് മെല്ലെ പറയുകയാണ്, തോൽവിയുടെ രുചി എന്താണെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. തുടർന്ന് കാണുന്നത് ചന്ദ്രകാന്തത്തിലെത്തി നിരഞ്ജന അബിയെയും ജാനകിയെയും കാണുന്നതാണ്. നിരഞ്ജന അബിയോടും ജാനകിയോടും കൂടി പറയുകയാണ്, 25 വർഷം പഴക്കമുള്ളൊരു കേസാണിത്. നമ്മൾ കോടതിയിൽ കൊണ്ടുവരുന്ന ഏത് സാക്ഷിയാണെങ്കിലും ഏത് എവിഡൻസ് ആണെങ്കിലും അത് സത്യസന്ധതയുള്ളതായിരിക്കണം. അല്ലാതെ വന്നാൽ നമ്മൾ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ തള്ളിപ്പോവും. കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ഇതിൽ വാസ്തവമുണ്ടെന്ന് തോന്നണം. ഉടനെ അബി പറയുകയാണ്, ഈ കേസിലെ കാലപ്പഴക്കം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതും. ഇത് രണ്ടുമാണ് കീറാമുട്ടിയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇതൊക്കെ കേട്ട് പരിഭ്രമിച്ചു നിൽക്കുന്ന ജാനകിയുടെ മുഖത്ത് നോക്കി നിരഞ്ജന പറയുകയാണ്, ജാനകിയിടത്ത് ടെൻഷൻ ആകേണ്ട ഒരാവശ്യവുമില്ല. നമ്മൾ ശക്തമായ തെളിവുകളുമായി മുൻപോട്ട് തന്നെ പോകും. പിന്നെ സഹായത്തിന് എൻ്റെ അച്ഛനുമുണ്ട്. അപ്പോൾ വീണ്ടും അബി പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് കാണണം. അതിന് ഉടൻ തന്നെ നിരഞ്ജന മറുപടി പറയുകയാണ്, 2 പോലീസ് ഓഫീസേഴ്സിൽ ഒരാളെ ഇപ്പോൾ സർവീസിലുള്ളൂ. ആ ഒരാൾ CI സേനനാണ്. പക്ഷേ അയാൾ പണ്ട് മുതലേ തമ്പിയുടെ വിശ്വസ്തനാ. മാധവ് വാര്യർ ആദ്യം അയാളെയാണ് കാണാൻ ചെന്നത്. തമ്പി ഈ വിവരങ്ങളൊക്കെ അറിയുന്നതും അങ്ങനെ തന്നെയാണ്. മറ്റേയാൾ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറും. സക്കീർ ഭായ് നടത്തിയ അന്വേഷണത്തിൽ സഹപ്രവർത്തകരുമായിട്ടുള്ള എന്തോ ഒരു ഈഗോ ക്ലാഷസിൽ ജോലി ഉപേക്ഷിച്ച് സ്വയം അദ്ദേഹം പോവുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജാനകി, നമ്മൾ സഹായം ചോദിക്കേണ്ടത് അദ്ദേഹത്തോടല്ലേ? അതെ, അദ്ദേഹത്തെപ്പറ്റി സക്കീർ ഭായ് അന്വേഷിക്കുന്നുണ്ട്. വിദേശത്തേക്കാണ് VRS എടുത്ത് അദ്ദേഹം പോയത്. എന്തെങ്കിലും വിവരം അദ്ദേഹത്തെപ്പറ്റി കിട്ടിയിട്ടുണ്ടോ എന്ന് അബിയേട്ടൻ സക്കീർ ഭായി ഒന്ന് വിളിച്ചു ചോദിക്കണം. അദ്ദേഹത്തെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അബി, ചിലപ്പോൾ വലുതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞേനെ. ഇത് പറഞ്ഞിട്ട് അബി ഉടൻ തന്നെ ഫോൺ എടുത്ത് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈനെ വിളിക്കുകയാണ്. സക്കീർ ഹുസൈൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട്, ആ അബി, എന്താ വിളിച്ചത്? അല്ല, ആ 2 പേരുടെ കാര്യം എന്തായി? CI നടരാജനെക്കുറിച്ച് ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അയാൾ നമ്മുടെ സിറ്റിയിലുണ്ട്. അയാളുടെ മകള് അവിടെ വലിയൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഡിപ്പാർട്ട്മെന്റിൽ ആരുമായിട്ടും അയാൾ ഒരു സമ്പർക്കവും വെച്ച് പുലർത്തിയിട്ടില്ല. അത് കാര്യമാക്കണ്ട, ഞാൻ അയാളുടെ കാര്യം നോക്കിക്കോളാം. പിന്നെ ആ മാഷിന്റെ കാര്യമോ? അതിന് വലിയ പ്രയത്നമൊന്നും വേണ്ട, അത് ഞാൻ കണ്ടെത്തിക്കോളാം. ആ മാഷല്ലാതെ മറ്റാരെങ്കിലും കൂടി ഉണ്ടോ എന്ന് ഒന്ന് കണ്ടെത്തണം. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായാൽ മതി. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാ. അപ്പോൾ അബി, കാലപ്പഴക്കം ചെന്ന കേസല്ലേ, പ്രയത്നം ഇത്തിരി കൂടും. എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി സക്കീർ ഭായി. ഇതൊന്നും അബിയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പല ഡിപ്പാർട്ട്മെൻറ്റിലെയും ആൾക്കാരെ കാണണം. മാഷ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളിപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ടാവും. നിരഞ്ജനയും നന്നായി പണിയെടുക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അബി പറയുകയാ, ദേ അവള് എൻ്റെ കൂടെ ഉണ്ട്. പെട്ടെന്ന് വക്കീൽ പറയുകയാണ്, നിരഞ്ജനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇതിനിടയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന വേറൊരു കാര്യമുണ്ടായി. ഇന്നലെ രാത്രിയിൽ ക്ലബിൽ വെച്ച് തമ്പിയും ഉണ്ണിത്താനും ഒന്ന് കോർത്തു. ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് എത്തി. തമ്പി ഉണ്ണിത്താനെ തല്ലി. പക്ഷേ തിരിച്ചടിക്കാതെ ഉണ്ണിത്താൻ പറഞ്ഞത് തമ്പിയെ കൊടുക്കാൻ ഏതറ്റം വരെയും അയാൾ പോകുമെന്നാണ്. പെട്ടെന്ന് അബി പറയുകയാണ്, അവർ തമ്മിൽ മുഷിയും എന്നറിയാമായിരുന്നുവെങ്കിലും ഇത്രത്തോളം കാര്യങ്ങൾ എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല.
ഹ, അതിന്റെ ഗുണം നമുക്കാണ് അബി. അബി എന്തായാലും സൗകര്യപൂർവ്വം ഉണ്ണിത്താനെ ഒന്ന് വിളിക്കണം. നടരാജന്റെ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. ഇത്രയും കേൾക്കുമ്പോഴേക്കും ശരി സക്കീർ ബായി എന്ന് പറഞ്ഞുകൊണ്ട് അബി ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നിരഞ്ജനയോട് ചോദിക്കുകയാണ്, നിരഞ്ജന ഇന്നലെ ഉണ്ടായ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ? പ്രത്യേകിച്ച് എന്താണ് അബിയേട്ടാ ഉണ്ടായത്? വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ക്ലബിൽ വെച്ച് തമ്പിയും ഉണ്ണിത്താൻ സാറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സക്കീർ ഹുസൈൻ ദൃക്സാക്ഷിയായിരുന്നു. തമ്പി ഉണ്ണിത്താൻ സാറിനെ തല്ലിയെന്നാണ് സക്കീർ ഹുസൈൻ പറഞ്ഞത്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നിരഞ്ജനയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അച്ഛനെ തമ്പി തല്ലിയെന്നോ? അതും അത്രയ്ക്ക് ആളുകൾ കൂടുന്ന ക്ലബിൽ വെച്ചോ? അപ്പോൾ അബി പറയുകയാണ്, സക്കീർ ബായി കള്ളം പറയുന്ന ആളല്ല, തമ്പി അങ്ങനെ ചെയ്തു കാണും. ഉണ്ണിത്താൻ സാറ് തിരിച്ചു തല്ലാതെ പോയത്രേ. ഉടനെ കോപത്തോടെ നിരഞ്ജന പറയുകയാണ്, ഈ വിവരം സക്കീർ ബായിക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാൻ തോന്നിയില്ലല്ലോ. തമ്പിയുടെ വീട്ടിൽ കയറി ഞാൻ അയാളുടെ മുഖത്തടിച്ചേനെ. എൻ്റെ അച്ഛനെ തല്ലിയിട്ട് അയാൾ അങ്ങനെ ജീവിക്കണ്ട. തിരിച്ചടിക്കാൻ എനിക്കറിയാം. ഞാൻ ഇറങ്ങുക. ഇത് പറഞ്ഞുകൊണ്ട് നിരഞ്ജന പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ നിക്ക് എന്ന് പറഞ്ഞ് ജാനകി തൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. തുടർന്ന് ജാനകി ചോദിക്കുന്നുണ്ട്, നിരഞ്ജനെ നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഞാൻ പോയി എൻ്റെ അച്ഛനെ കാണട്ടെ. തുടർന്ന് അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി അയാളുടെ മുഖത്തടിക്കും ഞാൻ. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജന അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് ജാനകി അബിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ്, അബിയേട്ടാ ഇവളെ എന്തു ഭാവിച്ചിട്ടാണ് ഈ ഇറങ്ങിപ്പോകുന്നത്? ജാനകി, അച്ഛനെ തല്ലിയാൽ പിന്നെ അവൾക്ക് നോവില്ലേ? തമ്പി നോവിച്ചു വിട്ടത് ഉണ്ണിത്താൻ സാറിനെയാ. ആനപ്പകയാണ് ഉണ്ണിത്താന്. പക്ഷെ നമുക്കത് ഗുണം ചെയ്യും. ഇത് പറഞ്ഞിട്ട് അബിയും മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണുന്നത് ഉണ്ണിത്താൻ്റെ ഓഫീസിലേക്ക് നിരഞ്ജന കയറി ചെല്ലുകയാണ്. അച്ഛാ, ഇന്നലെ ക്ലബിൽ വെച്ച് തമ്പി അച്ഛനെ തല്ലിയെന്ന് പുറത്തൊരു സംസാരമുണ്ട്. അത് ശരിയാണോ അച്ഛാ? മോളോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? സക്കീർ ഹുസൈനാണോ? ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ഈ കേട്ടത് സത്യമാണോ എന്നുള്ളതാണ്. മറച്ചു വെക്കാതെ അച്ഛൻ പറ. അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, ഇന്നലെ ക്ലബിൽ വെച്ച് തമ്പി എന്നെ കണ്ടു. സ്വാഭാവികമായും ഉരസലുണ്ടാകുമെന്ന് മോൾക്കറിയാമല്ലോ. അയാൾ എന്നെ വിശ്വസിച്ചതല്ലേ? അതിൻ്റെ പേരിൽ സംസാരിച്ച് മുഷിഞ്ഞു. അപ്പോൾ നിരഞ്ജന, അയാൾ അച്ഛൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി എനിക്ക് കൊടുത്തേ തീരൂ. അപ്പോൾ ഉണ്ണിത്താൻ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? തല്ലാനാണോ? എന്നാലേ തമ്പി എൻ്റെ മുഖത്തടിച്ചു. എനിക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് ആളുകൾ എന്നെ പിടിച്ചു മാറ്റി. ഇനി നിനക്ക് അയാളെ പോയി തല്ലാൻ പറ്റുമോ? അപ്പോൾ നിരഞ്ജന, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ അച്ഛൻ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? എനിക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. തിരിച്ചു കൊടുത്തിരിക്കും ഞാൻ. തമ്പിയുടെ മുഖത്തടിക്കാതെ ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ശരി എന്ന് പറഞ്ഞ് നിരഞ്ജന അവിടുന്ന് തിരികെ നടക്കുവാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ഉണ്ണിത്താൻ നിരഞ്ജനയുടെ കയ്യിൽ കയറി മോളെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു. എന്നിട്ട് പറയുകയാ, ഞാൻ പറയുന്നു നീ എന്ന് കേൾക്ക്. ഞാനത് വിട്ടുകളഞ്ഞത് എന്തിനാണെന്ന് നീ മനസ്സിലാക്കണം. തമ്പിയോടുള്ള പക മനസ്സിൽ കനല് പോലെ എരിയണം. തിരിച്ചൊരു തല്ലിൽ അത് തീർന്നു പോയാൽ പിന്നെ എനിക്ക് വാശിയുണ്ടാവില്ല. അടിക്ക് തിരിച്ചടിയല്ല വേണ്ടത്. നിനക്കിതൊരു വാശിയായിട്ട് തോന്നുന്നില്ലേ? എന്താണ് പകയെന്നുള്ളത് മോൾക്കറിയുവോ? പകയെന്നുള്ളത് വെച്ചു പെരുമാറേണ്ടതാണ്. തമ്പിയോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അടിയോടുകൂടി അതങ്ങ് മാറിക്കിട്ടി. അത് ഞാൻ തിരിച്ചടിച്ചങ്ങ് കളയണോ? ഇനിയുള്ള ഉണ്ണിത്താൻ്റെ ചിന്ത അവനെ എങ്ങനെ കുളിപ്പിച്ച് കിടത്താമെന്നുള്ളതാ. ഈ പ്രശ്നവുമായിട്ട് നീ മുൻപോട്ട് പോയാൽ അതോടെ അച്ഛൻ്റെ മനസ്സ് തണുക്കും. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, എങ്കിലും അച്ഛാ, അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ച് അയാൾ അച്ഛനെ തല്ലിയില്ലേ? അപ്പോൾ ഉണ്ണിത്താൻ പറയുകയാണ്, ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ അവനെ തുണി ഉരിച്ചു നിർത്തുമ്പോൾ എനിക്കുണ്ടായത് അത്ര വലിയ അപമാനമൊന്നുമല്ല. മോള് ഒന്ന് റിലാക്സ് ആകുക. പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ മോള് നമ്മുടെ വീട്ടിലേക്ക് ചെല്ല്. ഇത് കേട്ടുകൊണ്ട് മറുപടി ഒന്നും പറയാതെ മൗനമായി നിൽക്കുന്ന നിരഞ്ജനയോട് വീണ്ടും ഉണ്ണിത്താൻ ചോദിക്കുകയാണ്, ഇനി നീ എന്തിനാണ് അളകാപുരിയിൽ താമസിക്കുന്നത്? ജാനകി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും പറയാമായിരുന്നു. അപ്പോൾ നിരഞ്ജന, അതെൻ്റെ ഭർതൃഗ്രഹമല്ലേച്ചാ. കഷ്ടം. ഞാൻ എന്ത് മറുപടിയാണ് ഇതിന് പറയേണ്ടത്? അച്ഛനെ തല്ലിയതിന് ആത്മാഭിമാനം ഉണർന്നവൾക്ക് നാണമില്ലാതെ അവിടെ പോയി കിടക്കാൻ ഒരു മടിയുമില്ല. അച്ഛാ, അത് ജാനകിയുടെയും അബിയുടെയും വീടാണ്. അവിടെ താമസിക്കുന്നവരെല്ലാം ഏത് നിമിഷവും പുറത്തു പോകേണ്ടവരാ. പക്ഷേ എന്നും ആ വീട്ടിൽ എനിക്കൊരു റൂമുണ്ടാവും. അതിന് അജയുടെ ഭാര്യയാവണമെന്നൊന്നുമില്ല. ജാനകി ഇടത്തിയുടെ അനിയത്തിയായാൽ മാത്രം മതി. ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജന ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് കാണുന്നത് അളകാപുരിയിൽ അമലും അപർണയും തമ്മിലുള്ള സംസാരമാണ്. അപർണയോട് അമല് പറയുകയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് ഉണ്ണിത്താൻ സാറിനെ നിന്റെ അച്ഛൻ തല്ലിയത് വലിയ മണ്ടത്തരമായി പോയി. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അച്ഛനാണ്. അയാളെ പിണക്കാതിരിക്കാനുള്ള ബുദ്ധിയായിരുന്നു കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അപർണ, അയാൾക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ്. ഇത് കേട്ടുകൊണ്ട് നിരഞ്ജന അവിടേക്ക് കയറി വരികയാണ്.
തുടർന്ന് നിരഞ്ജന അപർണയോട് പറയുകയാണ്, അതിന് പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ തടഞ്ഞിട്ടാണ്. ഉടനെ അപർണ നിരഞ്ജനയോട് ചോദിക്കുകയാണ്, നിന്റെ അച്ഛൻ നിന്നെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? അതും കുടുങ്ങി പോരട്ടെ, നീ എൻ്റെ അച്ഛനെ കൈകാര്യം ചെയ്യുവോ? പറയടി. എന്താടി, എനിക്കതിന് കഴിയില്ലേ? അടിച്ചയാളുടെ പല്ല് ഞാൻ കൊഴിച്ചേനെ. ആഹാ, എൻ്റെ അച്ഛൻ്റെ മുഖത്തടിക്കുമെന്ന് പറയാൻ തക്ക ധൈര്യം അത് നിനക്കുണ്ടോ? പറയാൻ മാത്രമല്ലടി, ചെയ്ത് കാണിക്കാനും നിരഞ്ജനയ്ക്കറിയാം. ലോ കോളേജിൽ പഠിച്ചിറങ്ങിയവളടി ഞാൻ. എടി, എൻ്റെ അച്ഛൻ ആരെയും വെറുതെ തല്ലാൻ പോവില്ല. നിന്റെ അച്ഛൻ അടി ചോദിച്ചു വാങ്ങിയതാ. അപ്പോൾ നിരഞ്ജന, എടി, നിന്റെ അച്ഛൻ കാണിച്ച വൃത്തികേടിന് കുട പിടിക്കാൻ എൻ്റെ അച്ഛനെ കിട്ടില്ല. അയാളുടെ കേസിന്റെ വക്കാലത്ത് എൻ്റെ അച്ഛൻ ഏറ്റെടുത്തില്ല പോലും. എടി, അച്ഛന് മനസ്സിലായിടി, ഒരു പാവം പെണ്ണിനെ പിച്ച് ചീന്തിയിട്ട് വലിയ മാന്യൻ ചമഞ്ഞ് അയാൾ നടക്കുകയാണെന്ന്. പടനിലത്ത് തമ്പി പോലും. അത്രയ്ക്ക് ക്രിമിനലാടി നിന്റെ അച്ഛൻ. ഇത് കേട്ടുകൊണ്ട് കോപത്തോടെ നിരഞ്ജനയുടെ മുഖത്തിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അപർണ പറയുകയാണ്, ഇനി എൻ്റെ അച്ഛന് നേരെ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛന് കിട്ടിയതുപോലെ മോക്കും കിട്ടും. ഇത് കേട്ട മാത്രയിൽ സർവശക്തിയുമെടുത്ത് കൈവീശി നിരഞ്ജന ആഞ്ഞൊരൊറ്റ അടിയങ്ങടിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന അമല് പോലും അമ്പരന്ന് നോക്കി നിന്നുപോയി. തുടർന്ന് നിരഞ്ജന പറയുകയാണ്, ഇത് നിന്റെ അച്ഛനുള്ളതാണെന്ന് കരുതിക്കൂ, തുടർന്ന് നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. അപ്പോൾ അപർണ, നീ എന്നെ തല്ലി അല്ലേടി, വച്ചക്കില്ലടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് കൈ ഓങ്ങിക്കൊണ്ട് നിരഞ്ജനയുടെ നേരെ അടുക്കുകയാണ്. നിരഞ്ജന അപ്പോൾ ഒന്ന് പോടി. ഇത് പറയുമ്പോൾ പെട്ടെന്ന് അപർണയെ അമല് പുറകിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. തുടർന്ന് അമലിന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് നിരഞ്ജനെ അടിക്കുവാൻ വേണ്ടി, എന്നെ വിടാനല്ലേ പറഞ്ഞത്, എനിക്കവളെ തല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ കുറേ ഷോ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് കൂളായിട്ട് നിൽക്കുകയാണ് നിരഞ്ജന. തുടർന്ന് അപർണയെ പിടിച്ചു മാറ്റിയിട്ട് അമല് ചോദിക്കുകയാണ്, നിനക്കൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഇതിനൊക്കെ സാക്ഷിയാകേണ്ട ഗതികേടാണ് എനിക്കുണ്ടായിരിക്കുന്നത്. തുടർന്ന് നിരഞ്ജന അപർണയോട് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ നിനക്ക് നൊന്തു അല്ലേ? അപ്പോൾ നിന്റെ അച്ഛൻ എൻ്റെ അച്ഛനെ തല്ലിയപ്പോൾ ഞാൻ സഹിക്കണോടി? ഇത് കേട്ടുകൊണ്ട് നിരഞ്ജന ചോദിക്കുകയാണ്, എടി, കള്ളസാക്ഷികളെ വിലക്കെടുത്ത് കേസ് നടത്തുന്ന നിന്റെ അച്ഛന് എന്ത് ക്വാളിറ്റി അടിയുള്ളത്? ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലാണ് നിന്റെ തന്ത. നേരായ വഴിക്ക് ഒരു കേസെങ്കിലും നിന്റെ അച്ഛൻ വാദിച്ച് ജയിച്ചിട്ടുണ്ടോടി? അയാൾക്ക് അടി കിട്ടുന്നതേ അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. ഇത് കേട്ടുകൊണ്ട് വീണ്ടും നിരഞ്ജന ദേഷ്യത്തോടെ, എടി, നിന്റെ അച്ഛനോളം എൻ്റെ അച്ഛൻ അധപ്പതിച്ചു പോയിട്ടില്ലടി. എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അഡ്വക്കറ്റിന്റെ ജോലിയാണ്, നിന്റെ അച്ഛൻ ചെയ്യുന്നതോ ആഭാസന്റെ ജോലിയും. ഇത്രയും കേട്ടുകൊണ്ട് വീണ്ടും എടി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അപർണ നിരഞ്ജനയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അമല് വീണ്ടും ഇടയിൽ കയറി തടസ്സം പിടിക്കുക. അപ്പോൾ അപർണ അമലിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അവൾ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ അച്ഛൻ ആഭാസനാണെന്ന്? കൊല്ലും ഞാനിവളെ. കൊല്ലാൻ നീ ഇങ്ങ് വാടി, ഞാനങ്ങ് നിന്നു തരാം. ഉടനെ അമല് നിരഞ്ജനയുടെ മുഖത്ത് നോക്കി കൈ തൊഴുതുകൊണ്ട് പറയുകയാണ്, എൻ്റെ നിരഞ്ജനയുടെ തീ ഒന്ന് അടങ്ങ്. ഉടനെ നിരഞ്ജന വീണ്ടും അപർണയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, എടി, നിന്നോടുള്ള പക വീട്ടാൻ വേണ്ടിയല്ല ജാനകിയുടെ തീ കേസുമായിട്ട് വന്നത്. നിന്റെ അച്ഛൻ നശിപ്പിച്ച സ്ത്രീയാണ് രാധാമണി വാരസ്യാർ. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ടാണ് അവളെ എൻ്റെ അച്ഛനെ താരതമ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത്. അത് കേട്ടുകൊണ്ട് അപർണ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാടി നിന്റെ ഭർത്താവ് നിനക്കെതിരെ കേസ് വാദിക്കാൻ തയ്യാറായി നിൽക്കുന്നത്? നീ പലതും അറിയാനിരിക്കുന്നതേ ഉള്ളടി. നീ നിന്റെ ഭർത്താവിനോട് പോയി ചോദിക്ക്, എന്തിനാ ഈ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തതെന്ന്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. അവിടെ നിരഞ്ജന ഒരു സ്ത്രീയുടെ മുൻപിൽ പോയി നിന്നിട്ട് ചോദിക്കുകയാണ്, രേവതിയമ്മ ഒരു സഹായം ചെയ്യാമോ? കേസ് കോടതിയിൽ പരിഗണനയ്ക്കെത്തുമ്പോൾ രാധാമണി വാരസ്യാർ നിങ്ങളുടെ കൂടെ ആ കമ്പനിയിൽ ജോലി ചെയ്ത ആളായിരുന്നു എന്നൊന്ന് പറയാമോ? അത്രമാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ആ സ്ത്രീ, അയ്യോ, ഞാൻ കോടതിയിൽ വരാനോ? എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. ഇത് കേട്ടുകൊണ്ട് വളരെ സ്പീഡിൽ ജാനകി അങ്ങോട്ട് വന്നിട്ട് അവരെ പിടിച്ചു തിരിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു സ്ത്രീയല്ലേ? അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത സ്ത്രീയല്ലേ? അടുത്തതായി കാണുന്നത് അപർണ നിരഞ്ജനയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതാണ്. എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അജയുടെ ആവശ്യം എനിക്ക് ഉണ്ടായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോൾ ഒരു പിടി ചാരമാക്കി മാറ്റിയേനെ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യപ്പെടുകയാണ്. അടുത്ത ദിവസത്തെ എപ്പിസോഡിന് വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുതെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.